അങ്ങല്ലേ പറഞ്ഞത് ഞങ്ങൾ സ്ഥാനാർത്ഥിമാരെ വ്യക്തിഹത്യ ചെയ്യില്ല, മതം പറയില്ല എന്നൊക്കെ ഒരു 2 മിനിറ്റ് മുമ്പ്. എന്നിട്ട് ഇപ്പോ അതന്നെ പറയാണ്. ഞാൻ പറയുന്നു ഇയാൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരി ശരി മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന ആളുകളായി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് ഭരണഘടനയിൽ. അത് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ വിഭാഗക്കാരും ഉണ്ടായിരുന്നു, എല്ലാ തത്വചിന്തകരും ഉണ്ടായിരുന്നു, രാജ്യത്തെ സ്നേഹിക്കുന്നവർ മുഴുവൻ ഉണ്ടായിരുന്നു. ഡോക്ടർ അംബേദ്കർ, ആ ഡോക്ടർ അംബേദ്കറുടെ ഭരണഘടന രചിച്ച ഡോക്ടർ അംബേദ്കറാണ്. അതിനകത്ത് എല്ലാ വിഭാഗങ്ങളും ഉണ്ടായിരുന്നു. അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തെക്കപ്പുറത്തല്ല ഭരണഘടന എഴുതി. പി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ നമ്മളിപ്പോൾ പല ചരിത്രം പറഞ്ഞു, പല സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 215 പേരെ കൊന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടെ, 215 സഖാക്കളെ കൊന്ന പ്രസ്ഥാനമാണ്. തിരിച്ച് RSSനും ഇഷ്ടംപോലെ ബലിദാനികളുണ്ടല്ലോ, പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ. അപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു സെനാരിയോയിൽ ഒരു RSSകാരൻ്റെ BJPക്കാരന് സ്വന്തം ചിഹ്നത്തിൽ അല്ലെങ്കിൽ വോട്ട് ചെയ്യാം എന്നുള്ള അവസ്ഥയുള്ളത് കോൺഗ്രസിനാണോ CPM-നാണോ? അതൊക്കെ മറുപടി പറയാം. അതിനു മുമ്പ് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു ജനങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. എനിക്ക് അനിൽകുമാറിനോടും ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടും പറയാനുള്ളത്, ജനങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുള്ളത് ഈ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നവർക്കും ബോധ്യം വേണം. 2024 അതായത് കഴിഞ്ഞ വർഷത്തെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ജൂൺ മാസത്തെ ചർച്ചയിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അടിയന്തരാവസ്ഥക്കെതിരെ പോരാടിയ ഏക മഹത്തായ പ്രസ്ഥാനം കോൺഗ്രസ്സുകാരൻ്റെ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ മാളത്തിലൊളിച്ചപ്പോൾ ഈ തെരുവീഥികളിൽ പോലീസിൻ്റെ അടികിട്ടി അതിശക്തമായ പോരാട്ടം നടത്തിയ പ്രസ്ഥാനം RSS ആണ് എന്ന് ചാനലിൽ പറഞ്ഞ ആളാണ് ഇന്നത്തെ പ്രതിനിധി, ഇന്നത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി. യാതൊരു നിഷേധിക്കും. ഞാൻ അതിൽ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ ശ്രീ ഗോപാലകൃഷ്ണൻ, അല്ലല്ല ആ വിഷയത്തിൽ തന്നെ ഈ ബാലാസാഹിബ് ദേവറസ് ഇന്ദിരാഗാന്ധിക്ക് മാപ്പപേക്ഷ അയച്ചത് ഒരു ചരിത്ര സത്യമാണ്. നിങ്ങളുടെ തന്നെ നേതാവായിട്ടുള്ള സുബ്രഹ്മണ്യം സ്വാമി അൺലേൺഡ് ലെസൺസ് ഓഫ് എമർജൻസി എന്ന പേരിൽ ഹിന്ദു ദിനപത്രത്തിൽ ഇത് സംബന്ധിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. കുറെ നാൾ മുമ്പാണ്. ഇപ്പോൾ ഗൂഗിളിൽ തപ്പിയാലും കിട്ടും. 2ഓ 3ഓ തവണ ബാലാസാഹിബ് ദേവറസ് ഇന്ദിരാഗാന്ധിക്ക് മാപ്പപേക്ഷ അയച്ചിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത്. അത് വസ്തുതയാണ്. അത് എൻ്റെ പൊന്നു ചങ്ങാതി, ഒരു ഭാഗത്ത് സമരവും മറുഭാഗത്ത് ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിൽ, മറുഭാഗത്ത് അത് മാപ്പല്ല. ചർച്ചകൾ നടത്തുകയും സംവാദം നടത്തുകയും എഴുത്തുകൂട്ടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഒരു സംഘടനയുടെ നിരോധനം പിൻവലിച്ചാൽ നിങ്ങളുടെ പരിപാടികളെ പിന്തുണയ്ക്കാം, ഇന്ദിരാഗാന്ധിയുടെ പരിപാടികളുടെ പ്രചാരകരാകാം ഞങ്ങൾ എന്നാണ് ദേവറസ് എഴുതിയത്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. സർദാർ പട്ടേൽ എഴുതിയല്ലോ, നിങ്ങൾ ഈ കോൺഗ്രസിൻ്റെ കൂടെ RSS കോൺഗ്രസിൽ ലയിക്കണം എന്ന് സർദാർ പട്ടേൽ പറഞ്ഞില്ലേ? സർദാർ പട്ടേൽ കോൺഗ്രസ്സുകാരനല്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഈ മഹത്തായ രാജ്യസ്നേഹത്തിൻ്റെ പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനമാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് പോകണം എന്ന് പട്ടേൽ പറഞ്ഞില്ലേ? ഇന്നത്തെ വക്താവ് പറഞ്ഞേക്കാം. അതെ 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 ഇതൊക്കെ കത്തുകളിൽ പല സമയത്തും പല കാര്യവും പറയുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു ഒരു കത്തിൽ, ജവഹർലാൽ നെഹ്റു എഴുതിയ കത്ത്, ആ കത്ത് ഇന്ന് നമ്മുടെ സോഷ്യലിസ്റ്റ് നേതാവ് രാമമനോഹർ ലോഹ്യയുടെ കോട്ടയത്ത് നിന്നിറങ്ങിയ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ കത്ത്, അതിൽ ഗാന്ധി പറയുന്നുണ്ട്. ഗാന്ധിയും നെഹ്റുവും തമ്മിലുള്ള കത്തിടപാടാണ്. ലോഹ്യയുടെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഗാന്ധിജി പറയുന്നുണ്ട്, എന്നെ മഹാത്മാവ് എന്നാണ് വിളിക്കുന്നത്, പക്ഷെ ഒരു ചെരുപ്പ് കുത്തിയുടെ വില പോലും ഈ നെഹ്റുവിൻ്റെ കോൺഗ്രസ് എനിക്ക് തരുന്നില്ല എന്നെഴുതി വച്ചിട്ടുണ്ട് ലോഹ്യയുടെ പുസ്തകത്തിൽ. വേണം ഞാൻ തരാം. അപ്പോൾ എഴുത്തുകുത്തുകളുടെ കാര്യമൊക്കെ അത്രയേ ഉള്ളൂ, അതവിടെ കിടക്കട്ടെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔപചാരികമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത്? എൻ്റെ പൊന്നു ചങ്ങാതി, എനിക്ക് ആദ്യത്തെ അറിവാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഭരണഘടനയിൽ. അത് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ വിഭാഗക്കാരും ഉണ്ടായിരുന്നു, എല്ലാ തത്വചിന്തകരും ഉണ്ടായിരുന്നു, രാജ്യത്തെ സ്നേഹിക്കുന്നവർ മുഴുവൻ ഉണ്ടായിരുന്നു. ഡോക്ടർ അംബേദ്കർ, ആ ഡോക്ടർ അംബേദ്കറുടെ ഭരണഘടന രചിച്ച ഡോക്ടർ അംബേദ്കറാണ്. അതിനകത്ത് എല്ലാ വിഭാഗങ്ങളും ഉണ്ടായിരുന്നു. അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തെക്കപ്പുറത്തല്ല ഭരണഘടന എഴുതിയത്. ആ അംബേദ്കറെ തോൽപ്പിച്ചവരാണ് കോൺഗ്രസ്. 1902 തെരഞ്ഞെടുപ്പിൽ അംബേദ്കറെ തോൽപ്പിച്ചവരല്ലേ കോൺഗ്രസ്. നിഷേധിക്കാൻ പറ്റുമോ? അന്ന് അംബേദ്കറുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആരാന്നറിയോ? അത് ആദ്യം പോയി പഠിക്കേ. അംബേദ്കറുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ്
BMS എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ച RSSന്റെ പ്രചാരകനായ ദത്തോപന്ത് ടെങ്കിടിയ ചരിത്രം എഴുതി വെച്ച പുസ്തകം പോയി വായിക്കുക ആദ്യം. അപ്പോൾ ആ വർത്താനൊന്നും പറഞ്ഞു വരണ്ട. പിന്നെ ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഉറച്ചു പറയാം. അനിൽകുമാറിനോട് ഒരു കാര്യം പറയുന്നു. അനിൽകുമാർ പറഞ്ഞൊരു മറുപടി പറഞ്ഞോട്ടെ. അനിൽകുമാർ എന്താ പറഞ്ഞേ? അതിനെ കഴിഞ്ഞ് ഒറ്റ വരി, മതം നോക്കി നിങ്ങൾക്ക് ഇവരുടെ വോട്ട് വേണ്ട അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? അതിന് കോൺഗ്രസ് പറഞ്ഞത് മറുപടി പറയണമായിരുന്നു, പറഞ്ഞില്ല. ഞാൻ ചോദിക്കാം, മദനിയുടെ വോട്ട് ആരാ? മദനി എന്നറിയാലോ, മദനി എന്നറിയാലോ, ഇന്ത്യയെ തകർക്കാൻ കാശ്മീരി ഭീകര സംഘടനയുടെ ഞാൻ തീർന്നു. മദനിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? അയ്യപ്പനെ പരിഹസിച്ച ആളാണ്, മനസ്സിലായേ? അയ്യപ്പനെ കളിയാക്കിയ ആളാണ്, അയ്യപ്പനെ അപമാനിച്ച ആളാണ്, ശബരിമല ധർമ്മശാസ്താവിനെ അപമാനിച്ച ആളാണ്, ശബരിമല അയ്യപ്പനെ അപമാനിച്ച ആളാണ്. പറഞ്ഞത് ഞങ്ങൾ സ്ഥാനാർത്ഥിമാരെ വ്യക്തിഹത്യ ചെയ്യില്ല, മതം പറയില്ല എന്നൊക്കെ ഒരു 2 മിനിറ്റ് മുമ്പ്. എന്നിട്ട് ഇപ്പോ അതന്നെ പറയാണ്. ഞാൻ പറയുന്നു, ഇയാൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കുന്ന ആളുകളാണ് ഇവര്. ശരി, ഓക്കെ, ആവട്ടെ. എന്തായാലും ജനങ്ങൾ വിലയിരുത്തട്ടെ, ജനങ്ങൾ വിധി എഴുതട്ടെ.